തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന നമ്മിപ്പോൾ പഠിക്കുന്ന ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ദൈവം നമ്മെ വിശ്വാസത്തിൽ ഭക്തിയിൽ ഇതുവരെയും നിലനിർത്തിയല്ലോ. മേലിലും നമ്മെ നടത്തുവാൻ, നിത്യതയോളം നമ്മെ കൊണ്ടെത്തിക്കുവാൻ മതിയായവനാകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തിരക്കുകൾക്കിടയിലും ദൈവവചന പഠനത്തിനായിട്ട് സമയത്തെ വേർതിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. നിങ്ങളേവർക്കും പ്രത്യേകാൽ നന്ദിയും അറിയിക്കുന്നു. നമുക്ക് നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം നാം അറിയുന്നത് പോലെ ജീസസ് ഈസ് ബെറ്റർ, ഏറ്റവും നല്ലത്, ഉത്കൃഷ്ടമായത് യേശുവാണെന്ന് തലങ്ങും വിലങ്ങും വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹൽ ഗ്രന്ഥമാണ്. ക്രൈസ്റ്റ് ഈസ് ബെറ്റർ, ക്രൈസ്റ്റ് ഈസ് എക്സലന്റ്, ക്രൈസ്റ്റ് ഈസ് സഫിഷ്യന്റ്, ജീസസ് ഈസ് ഇനഫ്, മോർ ദാൻ ഇനഫ്. യേശു മതിയായവൻ, യേശു മാത്രം മതി. യേശു പര്യാപ്തൻ, യേശു ഏറ്റവും ശ്രേഷ്ഠൻ. യേശുവിനേക്കാൾ ഒരു നല്ല രക്ഷിതാവ് വേറെ ഇല്ല. സ്തോത്രം. യേശുവിനേക്കാൾ ഉയർന്നവൻ വേറെയില്ല, നല്ലവൻ വേറെയില്ല, യേശുവിനേക്കാൾ പര്യാപ്തൻ വേറെയില്ല എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. സ്തോത്രം. നാം അത് ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് കണ്ടു. യേശു ഏറ്റവും ഒടുവിലായി പറയപ്പെട്ടത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായർ 2:9 മുതൽ യേശു ശ്രേഷ്ഠനായിരിക്കാനുള്ള കാരണം. സ്തോത്രം. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനാണെങ്കിലും യേശു ദൂതന്മാരുൾപ്പെടെ ഉള്ളവർക്ക് മീതെയാണ് എന്നവിടെ അവതരിപ്പിക്കുന്നു. ആവർത്തിക്കട്ടെ. 1-ാം അധ്യായത്തിൽ ലേഖകൻ പറഞ്ഞു യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2:9 മുതൽക്ക് പറയുന്നു അതേ യേശു ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി നാം കാണുന്നു. പക്ഷേ അപ്പോഴും യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോഴും യേശു പര്യാപ്തൻ. സ്തോത്രം. എന്തുകൊണ്ട്? യേശുവിൻ്റെ മനുഷ്യ ജനനം കൊണ്ടും യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. യേശു തൻ്റെ മാനവ ജനനം കൊണ്ടും മറ്റാരേക്കാളും
ശ്രേഷ്ഠനായിരിക്കുന്നു. സ്തോത്രം. Not only in his deity, but even in his humanity, Jesus is better than the angels. യേശുവിൻ്റെ ദൈവത്വത്തിൽ മാത്രമല്ല, തൻ്റെ മനുഷ്യത്വത്തിലും തൻ്റെ ജഡധാരണത്തിലും യേശു ദൂതന്മാരെക്കാൾ മറ്റുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠനെന്നാണ് എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. അതെന്തുകൊണ്ട്? സ്തോത്രം. 2-3 കാര്യങ്ങളാണ് 9-ാമത്തെ വാക്യത്തിൽ അതിനാധാരമായിട്ട് ലേഖകൻ പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യേശുക്രിസ്തു തൻ്റെ താഴ്ചയിലും മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. Christ is better. He is excellent, superior even in his humility. Even in his humility. തൻ്റെ താഴ്ചയിലും യേശു മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ. യേശു അല്ലാതെ ദൂതന്മാരാരും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സ്ഥാനം, മഹത്വം ഉപേക്ഷിച്ചില്ല. എന്നാൽ യേശു തൻ്റെ മഹത്വത്തെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉരിഞ്ഞുവെച്ചു, മാറ്റിവെച്ചു. യേശുക്രിസ്തു തൻ്റെ യഥാർത്ഥ അസ്തിത്വത്തിൽ ദൂതന്മാരെക്കാൾ വളരെ ശ്രേഷ്ഠനാണ്, അതീതനാണ്, വലിയവനാണ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി താൻ മാറി. നാം അത് കണ്ടിട്ടുണ്ട്. ആരും യേശുവിനെ താഴ്ത്തിയതല്ല, പിതാവ് പോലും. പിന്നെ തന്നെ താൻ താഴ്ത്തി. ആമേൻ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ നാം അത് വായിക്കുന്നു. യേശു തന്നെ താൻ താഴ്ത്തി. പിതാവ് പോലും യേശുവിനെ താഴ്ത്തിയതല്ല. വേറെ ആരും യേശുവിനെ താഴ്ത്തിയതല്ല. മനുഷ്യർ യേശുവിനെ നിന്ദിച്ചു, ഹ്യൂമിലിയേറ്റ് ചെയ്തു. പക്ഷേ യേശുവാണ് തന്നെ തന്നെ ഹംബിൾ ചെയ്തത്. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. പൗലോസ് ഉപയോഗിക്കുന്നത് ഹംബിൾഡ് എന്നതിനേക്കാൾ എംറ്റീഡ് എന്ന പദമാണ്. തന്നെ താൻ താഴ്ത്തി എന്ന് ഉള്ളതിനേക്കാൾ അവിടെ തന്നെ പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് തന്നെ താൻ ഒഴിച്ചു. ഒഴിച്ചു. തന്നെ താൻ ഒഴിച്ചു. താഴ്ത്തുന്നതിനേക്കാളും വലുതാണ് ഒഴിച്ചു എന്ന് വെച്ചാൽ he emptied, did not withhold anything with him. സ്തോത്രം. ഒഴിച്ചു. ഒരു പാത്രം മുഴുവനായി കമഴ്ത്തുന്നത് പോലെ അതിനകത്തിനി ഒരു തുള്ളി പോലും, ഒരു പൊടി പോലും ഇല്ലാതെ അത് മുഴുവനും കാലിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഒഴിക്കുക, എംറ്റി ചെയ്യുക, കെനോസിസ്. അപ്പോൾ യേശു തന്നെ താൻ താഴ്ത്തി
തന്നെത്താൻ ഒഴിച്ചു. ആ താഴ്മയിലും ആ തന്നെത്താൻ ഒഴിക്കുന്നതിലും പോലും യേശു ശ്രേഷ്ഠനാണ്. സ്തോത്രം. വേറെ ആരും അങ്ങനെ തന്നെത്താൻ ഒഴിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കാർക്കും തന്നെത്താൻ ഒഴിക്കുവാനോ തന്നെത്താൻ താഴ്ത്തുവാനോ കഴിയുകയുമില്ല. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. വേറെ ഒരു മനുഷ്യനും സാധ്യമല്ല, ഒരു സൃഷ്ടിക്കും അത് കഴിയില്ല. സ്തോത്രം. തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ ഉരിഞ്ഞു വച്ചിട്ട്, തൻ്റെ ദൈവത്വത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും പദവികളും ഒഴിച്ചു വച്ചിട്ട് അതൊന്നുമില്ലാത്തവനെ പോലെ ഭൂമിയിലേക്ക് വരുന്നു. സ്തോത്രം. നാം വായിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ജീവനുള്ള പ്രത്യേകതയെക്കുറിച്ച്. ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. അതിനെ കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും അധികാരമുള്ള ജീവൻ. സ്തോത്രം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അതെ. സ്തോത്രം. വാക്യം കൂടെ പറഞ്ഞേര്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. സ്തോത്രം. മറ്റേത് 10-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളും. അപ്പോൾ പിതാവിന് ദൈവത്തിൻ്റെ ജീവന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന് മാത്രം കഴിയുന്ന പ്രത്യേകതയാണ്. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. രണ്ടാമത്, ജീവൻ വച്ചു കൊടുക്കുവാനും ആ വെച്ചുകൊടുത്ത ജീവനെ തിരികെ പ്രാപിക്കുവാനുമുള്ള അധികാരവും അല്ലെങ്കിൽ ശക്തിയും അല്ലെങ്കിൽ കഴിവും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നില്ലേ? ചിലര് അബദ്ധത്തിൽ ചെയ്യുന്നതാ, കളിയാക്കാൻ കളിപ്പിക്കാൻ ഒക്കെ ചെയ്യുന്നതാ, കുടുങ്ങിപ്പോയി മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് വെച്ചു കൊടുക്കാനും അതിനെ തിരികെ പ്രാപിപ്പാനും കഴിയും. അത് ദൈവത്തിൻ്റെ മാത്രം അധികാര പരിധിയിലും പ്രാപ്തിയിലും പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ ഉരിഞ്ഞ് മാറ്റിവെച്ചിട്ട് മനുഷ്യത്വത്തിൻ്റെ താഴ്ചയുള്ള അനുഭവത്തെ ധരിച്ചു വന്നത്. അതുകൊണ്ട് താൻ ഉരിഞ്ഞുവെച്ച ദൈവമഹത്വത്തെ തിരികെ പ്രാപിക്കുവാനും യേശുവിന് കഴിയുമായിരുന്നു. ജീസസ് could empty himself of the divine glory, majesty, authority. And that's why he did so. He emptied himself of all the divine rights and authorities. ഒന്ന് ഓർത്ത് നോക്കിക്കേ, സകലത്തെയും ഭരിക്കുന്ന സ്രഷ്ടാവും പരിപാലകനും സർവശക്തനും സർവാധികാരിയുമായ കർത്താവ്, ഇതെല്ലാമാണ് താനെന്ന ബോധ്യമുണ്ടായിട്ടും
വെറും തൻ്റെ വിരലുകളുടെ പണിയായ മനുഷ്യന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ചുമ്മാതെ നിൽക്കുന്നത്, വിസ്തരിക്കപ്പെടുന്നത്. ഇതൊന്നും അറിയാത്ത പാവം പീലാത്തോസ് യേശു ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള നിലയിൽ യേശുവിനോട് പറയുന്നു, എനിക്ക് നിന്നെ ക്രൂശിക്കാനും വിട്ടയക്കാനും ഒക്കെയുള്ള അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലേ? നീ മിണ്ടാതെ നിൽക്കുന്ന എന്താ? അപ്പൊ കർത്താവ് ഒന്ന് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. നീ വിചാരിക്കുന്നത് ഞാൻ നിന്റെ ജുറിഡിക്ഷനിൽപ്പെട്ടയാളാണ്, നിന്റെ അധികാര പരിധിയിൽപ്പെട്ടയാളാ, നിനക്ക് എന്നോട് എന്തും ചെയ്യാമെന്നല്ലേ? അല്ല. അത് മാത്രം അവന് മനസ്സിലാകാത്തതുപോലെ കർത്താവ് ഒന്ന് പറഞ്ഞു വിട്ടു, അത്രേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളൊക്കെ ആണെങ്കിൽ സമ്മതിക്കുമോ? അങ്ങനെയൊക്കെ ഒന്ന് നിന്നു കൊടുക്കുമോ? സ്തോത്രം. ചിലപ്പോൾ വേഷം മാറി പൊതുജനത്തിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങുന്ന കളക്ടറോ അല്ലെങ്കിൽ ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ഐഡന്റിറ്റി കാർഡ് കയ്യിൽ വെച്ചേക്കും. കഴുത്തിൽ തൂക്കത്തൊന്നുമില്ല, അവർ സിവിൽ ഡ്രസ്സിലായിരിക്കും വരുന്നത്. ആൾക്കാരോട് സാധാരണക്കാരെ പോലെയൊക്കെ സംസാരിക്കും. അവരൊക്കെ തട്ടിക്കയറുകയോ തല്ലുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വരുമ്പോൾ ഐ കാർഡ് എടുത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ സിവിൽ ഡ്രസ്സിൽ ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി പോലീസ് സേനയും ഉണ്ടാകും. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അവരപ്പോഴേ ചാടി വീഴും. എന്നാൽ യേശു ഇതൊന്നും ചെയ്തില്ല. പത്രോസ് വാളെടുത്തപ്പോഴതാ കർത്താവ് ചോദിച്ചത്, പത്രോസെ വാൾ ഉറയിലിട. എനിക്ക് സംരക്ഷണം വേണമെങ്കിൽ എനിക്കെന്താ പിതാവിനോട് അപേക്ഷിച്ചു കൂടായിരുന്നോ? എന്നെ സംരക്ഷണം ചെയ്യുവാൻ 1 ലഗ്യോനിലും അധികം 6000-ത്തിലധികം ദൂതന്മാരെ ദൈവം എനിക്ക് അയച്ചു തരത്തില്ലായിരുന്നോ? വേണ്ട, എനിക്ക് വേണ്ട. അതിനല്ല യേശു വന്നത്. അപ്പം തനിക്കുണ്ടായിരുന്ന മുഴുവൻ അധികാരങ്ങളും, ദൈവത്വത്തിൻ്റെ അധികാരങ്ങളും കർത്താവ് ഉരിഞ്ഞു വെച്ചു. അത് ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. യേശുക്രിസ്തുവിൻ്റെ ഈ താഴ്മ പോലും യേശുവിൻ്റെ ദൈവത്വത്തിന് തെളിവാണ്. ഈവൻ ദിസ് ഹ്യൂമാനിറ്റി itself is a proof of his divinity, his deity. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, why Jesus asked to get some swords? നിങ്ങളുടെ അടുക്കൽ വാളുണ്ടോ? എത്ര വാളുണ്ട്? ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റായാലും വാള് കൈക്കൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞു. അതെന്തിനാണെന്ന്. നല്ല ചോദ്യം. അവിടെ തന്നെ പക്ഷെ ഉത്തരവുണ്ട്. യേശുവിനെ അതിക്രമക്കാരോടുകൂടെ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരേണ്ടതിന്. Jesus was counted among the violators or the violent people or iniquitors. യേശുവിനെ പാപി എന്ന് കാണിക്കേണ്ടതിന്, മനുഷ്യർക്ക് അതിനുള്ള വകയുണ്ടാകേണ്ടതിന്, അവനെ അതിക്രമക്കാരോടുകൂടെ എണ്ണിയിരിക്കുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പ്രവചനം നിവർത്തിക്കേണ്ടതിന് അതാവശ്യമായിരുന്നു. അത് യേശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നില്ല. യേശുവിനെ സംരക്ഷണ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുവാനായിരുന്നില്ല.
ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ആ വാൾ ഉപയോഗിക്കാൻ കർത്താവ് അനുവദിക്കാഞ്ഞത്. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ 2 വാളുണ്ടെന്ന്. ആ മതി മതി, അത് മതി. 2 എണ്ണം തന്നെ വേണമെന്നില്ല, 1 എണ്ണം മതിയായിരുന്നു. കൂട്ടത്തിലുള്ളവൻ വാളും എടുത്തുകൊണ്ട് നിൽക്കാൽ അതാ അതിക്രമം നടത്തി, അക്രമം നടത്തി എന്നൊക്കെ പറയാമല്ലോ, ആരോപണം ഉന്നയിക്കാമല്ലോ. അതിനു വേണ്ടി മാത്രം, ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി മാത്രം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ സമയത്തും അങ്ങനെ സംഭവിച്ചു. യേശുവിനെ ആൾക്കാര് വിളിച്ചതെന്താ? ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും കൂട്ടത്തിലുള്ളയാളെന്ന. അപ്പോൾ യേശുവിനെ പാപികളോടുകൂടെ എണ്ണി. അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു, അതിൻ്റെ ഉച്ചകോടിയായിരുന്നു യേശുവിനെ 2 അധർമ്മികളുടെ നടുവിൽ ക്രൂശിച്ചു കൊന്നത്. അപ്പോൾ മരണത്തിൻ്റെ സമയത്തും പിടിക്കപ്പെടുമ്പോഴുമൊക്കെ യേശു അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടു എന്ന പ്രവചന നിവൃത്തിക്ക് വേണ്ടി. യേശുവിനെ ആൾക്കാർ, മനുഷ്യർ, ഭരണകൂടം, കോടതി ഒക്കെ അപരാധിയായി കാണുന്നതിന് ഇതെല്ലാം വകയായിരുന്നു. അതിന് ദൈവം അങ്ങനെ അനുവദിച്ചു. അതുകൊണ്ടാണ് 2 അധർമ്മികളുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചതും. കാണുന്നവരൊക്കെ അപ്പുറവും കള്ളൻ ഇപ്പുറവും കള്ളൻ, അപ്പം നടുക്ക് കിടക്കുന്നവൻ പെരുങ്കള്ളൻ എന്ന് ആൾക്കാർ വിളിക്കുമായിരുന്നു. അതിനു വേണ്ടിയ സ്തോത്രം. ഇപ്പോൾ മടങ്ങി വരുന്നു. അത് ആ താഴ്ച, തന്നെത്താൻ താഴ്ത്തിയതും ഒഴിച്ചതും, അതുപോലും യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിന് മാത്രമേ അത് പറ്റൂ. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കെ പോലും അവൻ ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി രൂപമെടുത്തു. 2, അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചു. 3, അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. 4, അതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. യേശുവിൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള 4 പ്രധാന കാരണങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. He was made a little lower than the angels, even after being superior to the angels. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെങ്കിലും അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി നാം കാണുന്നു. 2, അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചു. സ്തോത്രം. മരണം അനുഭവിച്ചു. 3, അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. സ്തോത്രം. മരണം ആസ്വദിച്ചു. 4, അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം.
മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. ഈ 4 കാരണങ്ങൾ യേശുവിൻ്റെ ശ്രേഷ്ഠതയാണ്. തൻ്റെ താഴ്ചയിലും യേശു ശ്രേഷ്ഠൻ, തൻ്റെ മനുഷ്യത്വത്തിലും യേശു ശ്രേഷ്ഠൻ. Even in his humanity and humility, Jesus is superior, Jesus is better, Jesus is excellent, he is enough, more than enough. He is sufficient than all. സ്തോത്രം. അതിൽ നമ്മൾ ഇന്നലെ ഒടുവിൽ നിർത്തിയത് ബഹുമാനവും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായ യേശുവിനെ നാം കാണുന്നു എന്നുള്ളതായിരുന്നു. സ്തോത്രം. നാം അവിടെ വായിക്കുന്നത് അതുകൊണ്ട്, 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അതുകൊണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഏതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട്? വന്നിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്കൊരു മരണം അനുഭവിച്ചതുകൊണ്ട്, ആസ്വദിച്ചതുകൊണ്ട്. രണ്ടും ശരിയാ. ദൂതന്മാരെ അല്പം അവിടെ ഒരു ചെറിയ ഉടക്കുണ്ട് അവിടെ അല്ലേ? യാ, സ്തോത്രം. ദൂതന്മാരെക്കാൾ യേശു താഴ്ച വന്നവനായി തീർന്നതുകൊണ്ട്. ഈ 3 കാരണങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് എന്നുള്ളതിന് ഇത് 3 ഉത്തരമാണ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി തീർന്നതുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട്, മരണം ആസ്വദിച്ചതുകൊണ്ട്, അതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അവിടെയായിരുന്നു നമ്മുടെ ചോദ്യം ഇന്നലെ. ഈ മഹത്വവും ബഹുമാനവും യേശുവിൻ്റെ നിത്യമഹത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതായിരുന്നു. സ്തോത്രം. നമ്മൾ ഒറ്റ വാചകത്തിൽ ഉത്തരം കണ്ട നിർത്തിയത്, സസ്പെൻസിൽ പോകണ്ടെന്ന് കരുതി. യേശുക്രിസ്തുവിൻ്റെ നിത്യമഹത്വം വേറെ, ഈ മഹത്വം വേറെ. സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ടു അതുകൊണ്ട് എന്ന്. ഫിലിപ്പിയർ 2:9 വാക്യം. Philippians 2:9. Therefore God exalted him to the highest place. Therefore, അവിടെയും നമ്മൾ കാണുന്നു therefore. മലയാളത്തിലുണ്ടല്ലോ അതുകൊണ്ട്. അതുകൊണ്ട്. സ്തോത്രം. എഫേസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ Ephesians 1:20 ഫോളോയി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും അവനെ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇവിടെയും നാം കാണുന്നു യേശുക്രിസ്തുവിനെ ദൈവം ഏറ്റവും ഉയർത്തി.
എപ്പോൾ നടന്ന കാര്യമായത്? എപ്പോഴത്തെ കാര്യമാ? ക്രൂശിലെ മരണത്തിന് ശേഷമുള്ള His resurrection. യേസ്, ക്രൂശിലെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമാണ്. സ്തോത്രം. ആഫ്റ്റർ ദ ക്രൂസിഫിക്ഷൻ ആൻഡ് ഈവൻ ദ റിസറക്ഷൻ ദിസ് ഹാപ്പൻ. ഇനി അതുമല്ലെങ്കിൽ യേശുക്രിസ്തു സഭയുടെ തലയായി തീർന്നത് സഭയെന്ന ശരീരത്തിൻ്റെ തലയായി തീർന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാന, സ്വർഗാരോഹണ ശേഷമാണ്. ഇതിനെയാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ എക്സോൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർച്ച, യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറിഫിക്കേഷൻ, യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണം, യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം. സ്തോത്രം. ആ ക്രിസ്തുവിൻ്റെ തേജസ്കരണം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെയാണ്. ക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെടുവാനുള്ള സമയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിൽ, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. സ്തോത്രം. അതിനു മുമ്പായിട്ട് യേശുവിനെ പറ്റി യോഹന്നാൻ പറയുന്നത് നോക്കണേ, അതിൻ്റെ 23-ാമത്തെ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. ക്രിസ്തു പറയുകയാണ്, ജോൺ 12:23, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതേത് സമയത്തെക്കുറിച്ചാണ് പറയുന്നത്? ക്രൂശീകരണത്തെക്കുറിച്ചാണ്. ഇവിടെ പറയുന്ന തേജസ്കരണത്തിൻ്റെ അർത്ഥം ക്രൂശീകരണമെന്ന. എന്നിട്ടാണ് താഴെ പറയുന്നത് 24 കൂടെ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് 25-ാമത്തെ വാക്യം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ടല്ലോ, ഈ കാണുന്നതെല്ലാം നശ്വരം, നേടുന്നതെല്ലാം താൽക്കാലികം, എന്നാൽ നിത്യതയ്ക്കായിട്ട് നേടുവാൻ എന്തുണ്ടെന്ന് 3 തത്വങ്ങൾ നമ്മൾ ആ സമയത്ത് പറയാറുണ്ട്. ഓർമ്മ കാണുമല്ലോ. 3 കൂടെ ചേർത്ത് ഇങ്ങനെയാണ്: നമുക്ക് ലാഭകരമായി തീരുന്നത് ക്രിസ്തുവിനായി അല്ലെങ്കിൽ സുവിശേഷത്തിനായി നാം നഷ്ടപ്പെടുത്തുന്നതു തന്നെ. 3 തത്വങ്ങൾ. നമുക്ക് ലാഭകരമായത് ക്രിസ്തു നിമിത്തം നാം നഷ്ടപ്പെടുത്തുന്നത് തന്നെ നമുക്ക് നിത്യതയ്ക്കായി നാം നേടുന്നു.
ഈ അടിസ്ഥാന വാക്യത്തിൽ നിന്നാണ് നമ്മളത് പഠിക്കുന്നത്. 25-ാമത്തെ വാക്യത്തിൽ നിന്ന്. So what we lose for the sake of Christ that are profitable for us are the things we gain for eternity. So that is what Christ says here in 12:25 John. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം മടങ്ങി വരികയാണ്. ക്രിസ്തുവിൻ്റെ തേജസ്കരണം ആരംഭിക്കുന്നത് ക്രൂശിലാണ്. ക്രൂശ് മരണം, അടക്കം, ഉയർപ്പ്. ഉയർപ്പ് മാത്രമല്ല, സ്വർഗ ആരോഹണം. സ്തോത്രം. എന്നിട്ടാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് 28-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 28, 28. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. സ്തോത്രം. ഗ്ലോറിഫിക്കേഷൻ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണം, തേജസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മളിപ്പോൾ വായിച്ച പ്രധാനപ്പെട്ട വാക്യങ്ങൾ എബ്രായർ 2:9, ഫിലിപ്പിയർ 2:9, എഫേസ്യർ 1:20 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം യേശുവിൻ്റെ തേജസ്കരണം, മഹത്വീകരണം നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്കും മരണം, അടക്കം എന്നിവയ്ക്കും ശേഷമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ, 1:19 വാക്യമാണ് ഞാനീ പറയുന്നത്. എഫേസ്യർ 1:19 പറയുന്നത്, തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. ഇത്രയും പറഞ്ഞെങ്കിലും ഒറ്റ വാക്കിൽ ആ 19 വാക്യത്തെ നമുക്ക് എങ്ങനെ പറയാം? ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ്. ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പൗലോസ് അതിനെ ഒന്ന് വിശദമാക്കി പറഞ്ഞതാ. സ്തോത്രം. ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തി, എന്തിൻ്റെയൊക്കെ മുകളിൽ ഇരുത്തി എന്നവിടെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഈ പറയപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം, യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണം, അത് മഹത്വീകരണം മീൻസ് ഗ്ലോറിഫിക്കേഷൻ. തേജസ്കരണം യാ മഹത്വീകരണം മീൻസ് ഗ്ലോറിഫിക്കേഷൻ യാ എക്സോൾട്ടേഷൻ, വി ക്യാൻ സേ. യാ സേ. Glorifying is different and glorification is different. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. We can glorify God. God
gives us glorification. തേജസ്കരണം വേറെ, അല്ലെങ്കിൽ മഹത്വീകരണം വേറെ, മഹത്വപ്പെടുത്തുന്നത് വേറെ. ദൈവം നമ്മെ തേജസ്കരിക്കുന്നു, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We should glorify God. But God grants us glorification. We don't need to make God in a state of glorification. അപ്പോൾ നമ്മെ ദൈവം തേജസ്കരിക്കുന്നു. ഇവിടെ യേശുവിനെ, മനുഷ്യനായ യേശുവിനെ, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ യേശുവിനെ, ദൂതന്മാരെക്കാൾ തന്നെ താൻ താഴ്ത്തിയ യേശുവിനെ യേശു എന്ത് ചെയ്തു? പിതാവ് എന്ത് ചെയ്തു? മഹത്വീകരിച്ചു. മഹത്വവും ബഹുമാനവും അണിയിച്ചു. ജീസസ് വാസ് ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. വിച്ച് ജീസസ്? The same Jesus who was made a little lower than the angels. The same Jesus who experienced death, who tasted death. ഈ തേജസ്കരണം എന്തുകൊണ്ട്, ഈ ബഹുമാനവും മഹത്വവും അണിയിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ 3 കാരണങ്ങളാൽ, അഥവാ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ ധാരണത്താലാണ്, മനുഷ്യത്വം സ്വീകരിച്ചതിനാലാണ്, മരണത്തോളം, ക്രൂശ് മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നതിനാലാണ്. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട കാരണത്താലാണ് ഇപ്പോൾ നാം ആ യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന യേശുവിൽ കാണുന്ന തേജസ്സും മഹത്വവും അധികാരവും യേശു മനുഷ്യത്വം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ പ്രാപിക്കുമായിരുന്നോ? ഇല്ല. മനസ്സിലായോ? യേശു ദൈവം എന്ന നിലയിൽ മഹത്വവാനാണ്, തേജോമയനാണ്. ദൈവത്വത്തിൻ്റെ സകല മഹത്വവും യേശുവിൽ അനാദികാലം മുതലേ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞത്. യോഹന്നാൻ 17:5 വാക്യം പരിചയമുണ്ടെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. ഇവിടെ പറയുന്ന മഹത്വം യേശുക്രിസ്തുവിൻ്റെ അനാദി മഹത്വമാണ്. ഇരുപത്തിനാലാമത്തെ വാക്യവും കൂടെ 24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവിടെയും മഹത്വത്തെപ്പറ്റി യേശു കർത്താവ് പറയുന്നു. ഈ മഹത്വം യേശുക്രിസ്തുവിൻ്റെ
അനാദി മഹത്വമാണ്. ദിസ് ഈസ് ജീസസ് ഇറ്റേണൽ ഗ്ലോറി ആസ് എ ഡിവൈൻ പേഴ്സൺ, ആസ് ദ വെരി ഗാഡ് ഇറ്റേണൽ, നിത്യനായ ദൈവം എന്ന നിലയിലെ യേശുവിൻ്റെ മഹത്വമാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. യേശുവിൻ്റെ മഹത്വമാണ്. ആ മഹത്വമാണ് എബ്രായർ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും നാം കാണുന്നത്. നമ്മളത് പഠിച്ചതാണല്ലോ. ഒന്നും കൂടെ, ഹീബ്രൂസ് 1:3, 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളവിടെ പഠിച്ചതാണ്. പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിന്റെ പ്രഭ. This is about the eternal glory as God, as one member of the Trinity. ത്രിയേകത്വത്തിലെ ഒരു ആള്, ഒരു വ്യക്തി എന്ന നിലയിൽ, ദൈവം, നിത്യനായ ദൈവം എന്ന നിലയിൽ യേശു ക്രിസ്തുവിന് പിതാവിനോടുള്ള സമത്വത്തെക്കുറിച്ചാണ്, യേശുവിന് പിതാവിൻ്റെ മഹത്വത്തോടുള്ള ഏകീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യോഹന്നാൻ 17 വായിച്ചതും എബ്രായർ 1:3 പറയുന്നതും ഒക്കെയായ മഹത്വം യേശുക്രിസ്തുവിൻ്റെ നിത്യമഹത്വമാണ്. അനാദികാലം മുതൽ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മഹത്വം. സ്തോത്രം. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മഹത്വം. That is eternal glory. Eternal glory. എന്നാൽ 4-ാമത്തെ വാക്യം, എബ്രായർ 1:4, അത് നമ്മൾ പഠിച്ചതാണ്. ഒന്നും കൂടെ. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. കണ്ടോ, നമ്മളവിടെ പഠിച്ചതായിരുന്നു അത്. സ്തോത്രം. എന്താണ്? ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അന്ന് നമ്മൾ പഠിച്ചതായിരുന്നു, ശ്രേഷ്ഠനല്ലാഞ്ഞ ഏതെങ്കിലും കാലം ഉണ്ടായിരുന്നോ എന്ന്. നമ്മൾ ഈ വിഷയങ്ങൾ അന്ന് മനസ്സിലാക്കിയതാണല്ലോ. കോർത്തിണക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നും അനങ്ങുന്നില്ല എല്ലാവരും. മനസ്സിലാകുന്നില്ലേ? എന്തെങ്കിലും പറ. ഓക്കെ, ഒരാൾ മാത്രം തംസപ്പ് കാണിച്ചു, ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുന്നു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അതൊരു അഡീഷണൽ ശ്രേഷ്ഠതയായിട്ടല്ലേ? ഒറിജിനലി മഹത്വം ഉണ്ടായിരുന്നു, എന്നാൽ അത് കിട്ടിട്ട് അഡീഷണൽ ആയിട്ട് മഹത്വം കിട്ടി. അതെ, അതാണ് മരണം മുഖാന്തരം. അതാണ് നമ്മൾ 4-ാം വാക്യത്തിൽ 1-ാം അധ്യായം പഠിച്ച സമയത്ത് പഠിച്ചതും. കൂടെ ഉണ്ടോ? ആവർത്തിക്കണോ, മുമ്പോട്ട് പോണോ? പിണങ്ങിയിരിക്കുകയാണോ? അതോ നാണോ ആണോ? യേശുക്രിസ്തുവിൻ്റെ
നിത്യമഹത്വം. എന്നു മുതൽ യേശു മഹത്വവാനാണ്? അനാദി മുതൽ. അനാദി മുതൽ. അതാണ് നാം യോഹന്നാൻ 17:5 കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു കണ്ടത്. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അതുതന്നെയാണ് നാം എബ്രായർ 1:3 വായിച്ചത്. യേശു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ. യേശു എന്നു മുതൽ മഹത്വവാനാണ്? അനാദി മുതൽ. അനാദി മുതൽ. എന്തുമാത്രം മഹത്വം? എന്തുമാത്രം? പിതാവിനോടൊപ്പം മഹത്വം. equal to Father God. ഈക്വൽ ടു ഫാദർ. പിതാവായ ദൈവത്തോട് സകലത്തിലും സമത്വമുണ്ടായിരുന്നവൻ. ഫിലിപ്പിയർ 2:6 അത് തന്നെയാണ് പറയുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. കണ്ടോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. യേശുക്രിസ്തു അനാദി മുതൽ തന്നെ ദൈവമാണ്. അനാദി മുതൽ തന്നെ പിതാവിനോട് സകലത്തിലും സമനാണ്, സമത്വമുള്ളവനാണ്. ആ മഹത്വത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ടാണ് യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പോൾ അവനെ മനുഷ്യക്കുഞ്ഞിനെ പോലെ ശീലകൾ ചുറ്റിക്കിടത്തേണ്ടി വന്നത്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പലരും മറന്നുപോയി എന്നുള്ളതാ സത്യം. സ്തോത്രം. നമ്മൾ സാധാരണ നമ്മുടെ പ്രസംഗങ്ങളിലൊന്നും കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മളങ്ങ് മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ നമ്മുടെ സഭകളിൽ പ്രസംഗങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. നമ്മുടെയൊക്കെ പ്രസംഗത്തിൻ്റെ ഒരു നിലവാരം മറ്റ് പല കാര്യങ്ങളുമാണ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളത്. ഞാനതുകൊണ്ട് പലതും ആവർത്തിക്കുന്നതും. ആവർത്തിച്ചുള്ള കേൾവിയാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാനും ഓർത്തെടുക്കാനും സാധിക്കുമല്ലോ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു അനാദി മുതലേ ദൈവമാണ്. ദൈവത്വത്തിൻ്റെ മഹത്വം യേശുവിൽ ഉണ്ടായിരുന്നു. ഇനി യേശു ഈ ഭൂമിയിൽ വന്നിട്ട് മരിക്കാതെ, ക്രൂശിൽ മരിക്കാതെ, കുറെ നാൾ ഇവിടെയൊക്കെ താമസിച്ചു, കറങ്ങി. ഇസ്രയേൽ മാത്രം ഇനി എന്തോ കാണാനാ, ഇനി ഇന്ത്യയിലും കൂടെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ കൂടെ ഒന്ന് കറങ്ങി, ലോകം മുഴുവനും ഒന്ന് കറങ്ങി തിരിഞ്ഞ് 3-3.5 അല്ലെ പോട്ടെ 30-40-50 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തിരികെ അങ്ങ് സ്വർഗത്തിലെത്തിയിരുന്നെങ്കിൽ മരിക്കുന്നില്ല, പ്രായശ്ചിത്ത മരണം വരിക്കുന്നില്ല, മനുഷ്യന്റെ പാപപരിഹാരം വരുത്താതെ അങ്ങ് തിരിച്ചു ചെന്നിരുന്നു എങ്കിലും യേശുവിന് ഉരിഞ്ഞു വെച്ച മഹത്വം തിരികെ കിട്ടുമായിരുന്നില്ലേ? Yes, Pastor. കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മഹത്വവും തേജസ്സും യേശുവിന് കിട്ടുമായിരുന്നോ? മരിക്കാതെ, പാപപരിഹാരം വരുത്താതെ അങ്ങ് തിരികെ പോയിരുന്നെങ്കിൽ? ഇല്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ യേശുക്രിസ്തുവിന് ലഭിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കാണുന്ന മഹത്വം,
അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിമിത്തവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം നിമിത്തവും ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തവും ലഭിച്ച മഹത്വമാണ്. യേശു തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് യേശു ഉയർത്തപ്പെടുന്നു. നമ്മൾ അതിനെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചൊന്ന് പഠിക്കുന്നു. നിത്യ മഹത്വം തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വവും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മഹത്വം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിമിത്തം ലഭിച്ച മഹത്വവുമാണ്. So this is inherited glory. Inherited. The first one was inherited glory. ദൈവത്വത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൽ അനാദിയായി തന്നെ നിലനിൽക്കുന്ന മഹത്വമാണ്. അത് ഇൻഹെറന്റ് ആണ്. സ്തോത്രം. എന്നാൽ ഇപ്പോഴത്തേത് ഇത് തൻ്റെ മനുഷ്യത്വം നിമിത്തം മുമ്പില്ലാതിരുന്ന ഒരു പ്രത്യേക മഹത്വവും അധികാരവും നൽകപ്പെട്ടതാണ്. എ ഗിവൺ ഗ്ലോറി. സ്തോത്രം. എ ഗിവൺ ഗ്ലോറി. The first one is the inherent, intrinsic, eternal, and absolute glory. എന്നാൽ ഇപ്പോഴത്തേത് എ ഗിവൺ ഗ്ലോറി, an earned glory, a received glory. അതിന് കാരണമുണ്ട്. യേശുവിൻ്റെ മനുഷ്യത്വം, ക്രൂശിലെ പ്രായശ്ചിത്ത മരണം, പിതാവിനോടുള്ള അനുസരണം തുടങ്ങിയുള്ള കാരണങ്ങൾ. എബ്രായ ലേഖനം തന്നെ 5-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ട് അവിടെയും നമുക്കത് കാണാം. Hebrews 5, 7 and 8. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇത് എല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ്. യേശുവിന് ദൈവത്വത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തൻ്റെ മനുഷ്യത്വത്തിൽ പിതാവിനോട് കഴിച്ച അപേക്ഷയാണ്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അത് തന്നെയാണ് ഫിലിപ്പിയർ 2 നമ്മൾ വായിച്ചത്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹിസ് ഒബീഡിയൻസ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. സ്തോത്രം. The human Jesus is now exalted above all. സ്തോത്രം. The human Jesus, in normal language, the incarnated Jesus. ജഡമെടുത്ത യേശുവിനെ നാം ഏറ്റവും ഉയർന്നവനായി കാണുന്നു. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് മാനുഷിക മാതാപിതാക്കൾക്ക് പോലും കീഴ്പ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നിവർത്തിച്ച യേശു. യേശുവിന് ന്യായപ്രമാണമൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. അവൻ ന്യായപ്രമാണ ദാതാവാണ്. പക്ഷേ തൻ്റെ മനുഷ്യത്വത്തിൽ
ന്യായപ്രമാണമെല്ലാം യേശു അനുസരിച്ചു, നിവർത്തിച്ചു. സ്വന്തം മാനുഷിക മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. മഹാദൈവമായവൻ ഇപ്പം മനുഷ്യനായി വന്നിട്ട് മറിയയും യോസേഫും പറയുന്നത് വരെ അനുസരിച്ച് ജീവിക്കുക. സ്തോത്രം. നാം അതുകൊണ്ടാണ് വായിക്കുന്നത്, 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്നും തിരികെ വന്നതിന് ശേഷം സ്നാനപ്പെടുന്നത് വരെ ഉള്ള 18 വർഷങ്ങളെ ഒറ്റ വാചകത്തിലാണ് ബൈബിൾ പറയുന്നത്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു. മറിയയുടെ കാര്യം പോട്ടെ, കുറഞ്ഞ പക്ഷം 280 ദിവസം വയറ്റിൽ ചുമന്നതാ. യോസേഫോ? യേശുവിൻ്റെ മേൽ യോസേഫിന് എന്ത് അധികാരം ഇരിക്കുന്നു? അത് യോസേഫിനും അറിയാം, യേശു കർത്താവിനും അറിയാം, മറിയയ്ക്കും അറിയാം. വേറെ ആർക്കും അറിയത്തില്ലല്ലോ, ഇവർക്ക് 3 പേർക്കും അറിയാം. എന്നിട്ടും യേശു ഈ യോസേഫിന് ഉൾപ്പെടെ ഉള്ളവർക്ക് കീഴ്പ്പെട്ടിരുന്നു. He was submissive and subjected, obedient even to his human parents. And he was very loyal to the law of Moses. എല്ലാറ്റിലും യേശു കീഴ്പ്പെട്ടിരുന്നു. Even Jesus was very much loyal to the political government over him. അതുകൊണ്ടാണ് യേശു കരം വരെ കൊടുത്തത്, നികുതി കൊടുത്തത്. ഇതെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ താൻ വിധേയപ്പെട്ടിരുന്നതാ. സ്തോത്രം. ഈ ലോകത്തിലോ സ്വർഗത്തിലോ എവിടെയെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സമയത്ത് ഈസ് there any time as man any of the power in heaven or in earth or nether world not subject to him? Yes, അവയൊന്നും യേശുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല, യേശു അവയ്ക്കൊക്കെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സ്വന്തം മാനുഷ്യ മാതാപിതാക്കൾക്ക്, ന്യായപ്രമാണത്തിന്, യഹൂദ മതത്തിൻ്റെ നിയമങ്ങൾക്കെന്ന് പറയാൻ പറ്റില്ല, ന്യായപ്രമാണത്തിന് താൻ കീഴ്പ്പെട്ടിരുന്നു. ഗവൺമെന്റിന് യേശു കീഴ്പ്പെട്ടിരുന്നു. ഗവൺമെന്റിന് കരം കൊടുത്തത് അതിൽ ഏറ്റവും വലിയ തെളിവാ. എന്നിട്ട് യേശു ചോദിക്കുകയും ചെയ്തു, കരം കൊടുക്കുന്നത് രാജ്യത്തിൻ്റെ മക്കളാണോ അതോ പുറത്തുള്ളവരാണോ? കൂടാതെ യേശുവിനെ പിടിച്ച യഹൂദ മതത്തിന് യേശു കീഴ്പ്പെട്ടു. മതമേധാവികളാണല്ലോ യേശുവിനെ അറസ്റ്റ് ചെയ്തത്. സിവിൽ അതോറിറ്റീസ്, കോടതി, ഗവൺമെന്റിലേക്കാണ് യേശുവിനെ കൊണ്ടുപോയത്. അവിടെയും യേശു മനുഷ്യരായ പീലാത്തോസിനും ഹെരോദാവിനും ഒക്കെ വിധേയപ്പെട്ടിരുന്നു. ഇവരാരോടും യേശു മത്സരിച്ചില്ല. അതെല്ലാം യേശു തന്നെത്താൻ കീഴ്പ്പെടുത്തി കൊടുത്തതാ. യേശുവിൻ്റെ മാനുഷിക പരിമിതികളിൽ യേശു തന്നെത്താനെ ഒതുക്കി വെച്ചതാ. യേശുക്രിസ്തുവിന്റെ വരവന്റെ സമയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞതും ഈ വിധേയപ്പെടലിന്റെ ഭാഗമാണ്. അങ്ങനെ യേശു വിധേയപ്പെട്ടിരുന്നത് കൊണ്ട്, പിതാവിൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിച്ചതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി.
സ്തോത്രം. യേശുക്രിസ്തുവിന് ഇന്ന് ന്യായം വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. God will judge humanity not as God but as an incarnated being. ദൈവം ദൈവത്വത്തിൽ നിന്നുകൊണ്ടല്ല മനുഷ്യജാതിയെ ന്യായം വിധിക്കുന്നതെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടതായിരുന്നല്ലോ. യേശുക്രിസ്തുവിന് ന്യായം വിധിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യപുത്രനാകയാൽ. അവൻ മനുഷ്യപുത്രൻ ആകയാൽ. സ്തോത്രം. അപ്പോൾ ഈ പറയപ്പെട്ട അധികാരങ്ങൾ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? യേശു പിതാവിന് വിധേയപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഈ മഹത്വവും ബഹുമാനവും, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നിത്യ ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സ്തോത്രം. അതിലുള്ള ഒരു വലിയ സാധ്യത, an utmost possibility is that we too can attain the same glory and honor. യേശുവിന് തൻ്റെ മനുഷ്യത്വത്തിൽ ഈ ബഹുമാനവും മഹത്വവും അണിഞ്ഞവനായി കാണുന്നെങ്കിൽ അതിലൂടെ നമുക്കുണ്ടൊരു സാധ്യത. എന്തേ? യേശുക്രിസ്തുവിനോട് അനുരൂപരായിത്തീരുക. സ്തോത്രം. യേശുക്രിസ്തുവിനോട് നാം അനുരൂപരായിത്തീരുമെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, വേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് നാം ദൈവത്തോടനുരൂപരായിത്തീരുമെന്നല്ല, പകരം യേശുവിനോട് അനുരൂപരായിത്തീരുമെന്നാണ്. അതെന്താ? നാം ദൈവത്തെ കണ്ടിട്ടില്ല. നമുക്ക് ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള സങ്കല്പം പോലുമില്ല. ദൈവം ഇന്ന രൂപത്തിലാണ്, ഇന്ന രൂപത്തിലാണ്. നാം ദൈവസ്വരൂപത്തെ പറ്റി പഠിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞായിരുന്നല്ലോ. ദൈവം അശരീരിയാണ്, സൂക്ഷ്മരൂപിയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ യേശു നമ്മെപ്പോലെ ശരീരത്തിൽ വെളിപ്പെട്ട ദൈവമായതുകൊണ്ട് ആ ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട ശരീരം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹത്വം പ്രാപിച്ചവനായി കാണുന്നത് പോലെ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന നമുക്കും യേശുക്രിസ്തുവിലൂടെ ഒരു സാധ്യത തെളിഞ്ഞു നിൽക്കുന്നത് എന്താണ്? നമുക്കും ക്രിസ്തുവിനെ പോലെ തന്നെ മഹത്വവും തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായി ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ സാധിക്കും. സ്തോത്രം. ഇതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ സാധ്യത. The utmost possibility before us is this: we can also be identified with Christ in this glorification. ഇതിനെയാണ് നമ്മൾ തേജസ്കരണം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തേജസ് പ്രാപിക്കും എന്ന് പറയുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തിലല്ല, പകരം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം നമുക്കും പ്രാപിക്കാം. സ്തോത്രം. ആ പ്രത്യാശയോടെയാണ് നാം ജീവിക്കുന്നത്. മനുഷ്യനായി ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു
മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, തേജസ്കരിക്കപ്പെട്ടു, എല്ലാ നാമത്തിനും മീതെ ഇരുത്തപ്പെട്ടു, എങ്കിൽ നാമും നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മുടെ കർത്താവിനെ പോലെയാകും. സ്തോത്രം. എന്തെന്നാൽ യേശുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് നമ്മിലും വ്യാപരിക്കുന്നു. യേശുവിനെ മർത്യ ശരീരത്തിൽ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നമ്മുടെയും മർത്യ ശരീരങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ആ ആത്മാവിനെ കൊണ്ട് പിതാവ് യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെയും ഈ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. സ്തോത്രം. റോമർ 8:11 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിന് ഈ നൽകപ്പെട്ട മഹത്വവും ബഹുമാനവും തൻ്റെ മനുഷ്യത്വത്തിൻ്റെ, അനുസരണത്തിൻ്റെ, ക്രൂശീകരണത്തിൻ്റെ ഒക്കെ ഫലമായി ലഭിച്ചതാണ്. പ്രതിഫലമെന്ന നിലയിൽ പിതാവ് പുത്രന് കൊടുത്തതാണ്. അത് നമുക്കുള്ള വലിയ സന്ദേശവും സാധ്യതയുമാണ് തുറന്നിട്ടിരിക്കുന്നത്. ആകയാൽ നാമും യേശുക്രിസ്തുവിനെ പോലെ പിതാവിനോട് അനുസരണമുള്ളവരായിരിക്കുകയും യേശുക്രിസ്തുവിനെ പോലെ താഴ്മ ധരിക്കുകയും, സ്തോത്രം, സകലത്തിലും നാം ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്കും ക്രിസ്തുവിനെ പോലെ മഹത്വം പ്രാപിക്കാം. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഏത് മഹത്വമുള്ള ശരീരത്തോടാ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ മഹത്വമുള്ള ശരീരത്തോട്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. മനസ്സിലായോ? അത് തന്നെ അല്ലയോ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത്? സെയിം അല്ലയോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാ പൗലോസ് റോമർ 8-ലും 2 തിമോഥെയോസ് 2-ലും പറയുന്നത്, അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോട് കൂടെ തേജസ്കരിക്കപ്പെടും. ആ തേജസ്സാണ് നമ്മൾ വെളിപ്പെടുവാനുള്ളത്. യേശു ഏത് തേജസ് പ്രാപിച്ചുവോ അതേ തേജസ്. സ്തോത്രം. മറ്റൊന്നുമില്ലെന്ന് കരുതുന്നു. യേശു മരണം അനുഭവിച്ചു, മരണം ആസ്വദിച്ചു എന്നുള്ളത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. ഈ വലിയ പ്രത്യാശയോടെ ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.